അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു രുചിയുള്ള മട്ടൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അത് നെയ്ച്ചറ്റിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട എല്ലാറ്റിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2 ചെറിയ കഷ്ണം കറുപ്പ, ഒരു 3/4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് ഉള്ളി നേർങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ ബ്രൗൺ ആവേണ്ട ഒന്നും ആവശ്യമില്ല, ഇത്ര ബ്രൗൺ ആയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസ് തക്കാളി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒന്ന് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന വരെ വേവിച്ചെടുക്കാം. തക്കാളി ഉടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കിലോ മട്ടൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാല റെഡിയാക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. മട്ടനും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനുസത്തിൽ അരച്ചെടുക്കാം. മസാല നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മട്ടനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി ഒന്ന് ഇട്ടിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇതൊരു 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരിക, അതിന് ശേഷം ഒന്ന് തീ കുറച്ചിട്ട് 5 വിസിൽ വരെ വേവിക്കാം. ഇനി മട്ടൻ വേകുമ്പോഴേക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 10-15 അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. സ്റ്റവ് നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മട്ടനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിന് നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 2 കപ്പോളം ഉണ്ട് തേങ്ങാപ്പാൽ. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഒരു 1/4 മണിക്കൂർ മാറ്റി വെക്കാം. എന്നിട്ട് അതിന് ശേഷം കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ടൈമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറക്കാം. നല്ല അടിപൊളി മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്